രവീന്ദ്രനാണെങ്കിൽ ഒരു സ്കൂളിൽ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, പാർട്ട് ടൈം ആയിട്ട്. അങ്ങനെ രവീന്ദ്രൻ ആ ഒരു ജോലിക്കായിട്ട് രാവിലെ തന്നെ പോയിരിക്കുകയാണ്. സച്ചി ആണെങ്കിൽ ഒരു ലോങ് ഓട്ടവും പോയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും തന്നെ അവരുടെ ജോലിക്കായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. രേവതി ആണെങ്കിലും രാവിലെ വീട്ടിലെ എല്ലാ ജോലിയും തീർത്തതിന് ശേഷം അവളുടെ പൂൽപ്പണിക്കായിട്ട് അവളും പോയിരിക്കുകയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല വെയിലാവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അവൾക്ക് നല്ല തലകറങ്ങുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ബൈക്ക് ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചിയേട്ടാ, ഞാൻ തിരികെ പോവാണ്, നല്ല വെയിലാണെന്നൊക്കെ പറയുമ്പം സച്ചി പറയാണ്, മതി മതി, ഇനി വെയിൽ താന്നിട്ടെങ്ങാനും ഇറങ്ങിയാൽ മതി. ഈ ഒരു സമയത്ത് നല്ല വെയിലായിരിക്കും, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ശരീരം സൂക്ഷിക്കണം. ഈയിടയ്ക്കൂടെ ഒന്ന് പനി കുറഞ്ഞു പോയതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാണ്. സച്ചിയേട്ടൻ എപ്പോഴത്തേക്ക് വരുന്നത് ചോദിക്കുമ്പം ഞാൻ വരുമ്പം ഒരു 4 മണിയെങ്കിലും ആകും. നീ എന്തായാലും വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരെ രേവതി വീട്ടിലേക്ക് പോവാണ്. രേവതി വരുന്ന കാണുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, എന്താടി ഇത്ര നേരത്തെ കഴിഞ്ഞോ നിന്റെ ഊരുതണ്ടൽ? അത് പിന്നെ അമ്മേ, എനിക്ക് നല്ല തലകറക്കം പോലെ തോന്നുന്നു. നല്ല വെയിലായിരുന്നു, ബൈക്കിൽ അങ്ങനെ നടന്നപ്പോ നന്നായിട്ട് വെയിലടിച്ചപ്പോ എനിക്ക് തീരെ സുഖമില്ല. ഞാനതുകൊണ്ട് തിരികെ വന്നതാ, അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും പോയി ആക്സിഡന്റ് ആയി എന്ന് പറയുന്നുണ്ട്. ചന്ദ്ര മനസ്സിൽ പറയാണ്, ഓ അങ്ങനെ മതിയായിരുന്നു, എങ്കിൽ പിന്നെ ഇവിടെ ഒന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി അകത്തോട്ട് പോവാം. അല്ലല്ല, നീ എങ്ങോട്ടാ പോന്നേ? അല്ലമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൂ പോലും വെക്കാതെ വന്നത് കുറച്ചു നേരം ഒന്ന് കിടക്കാനായിട്ടാണ്. ഞാൻ മുറിയിലേക്ക് പോവാം. ആഹാ, നീയാള് കൊള്ളാലോ, മുറിയിൽ പോയി സുഖിക്കാൻ പോവാണോ? ഞാനേ നീ വന്നിട്ട് പറയണതോത്തിരിക്കായിരുന്നു. ഈ തറയൊക്കെ നോക്കി ആകെപ്പാടെ പൊടി പിടിച്ച് കിടക്കാണ്. മര്യാദക്ക് ഇതെല്ലാം തൂത്തുവാരി തുടച്ചിട്. അമ്മേ, എനിക്ക് ഒരുപാട് പൂക്കൾ കൊടുത്ത് തീർക്കാനുണ്ട്. ആ ഒരു സമയം ആ ഒരു ഇതുപോലെ വിട്ടിട്ട് ഞാൻ വന്നത് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ടാ. രാത്രിയില് ഞാനൊന്നും തറയിലല്ലേ കിടക്കാറ്, കുറച്ചു നേരമെങ്കിലും എനിക്ക് അല്ലാതെ കിടന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. ഓഹോ, പട്ടുമത്തയില് കിടന്നാലേ നിനക്ക് ഉറക്കം വരുള്ളൂടി? അയ്യോ അങ്ങനെയല്ലമ്മേ, എനിക്കിന്ന് നല്ല നടുവിനും പുറത്തിനും ഒക്കെ നല്ല വേദനയുണ്ട്, നല്ല ടയേർഡുമാണ്, കുറച്ചിരുന്ന് കിടക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ പണി ചെയ്തിട്ടേ അങ്ങ് കിടന്നോണ്ടാ മതി. നീ വരാൻ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ശരി അമ്മയെന്നും പറഞ്ഞിട്ട് രേവതി ആണെങ്കിൽ വന്ന് പെരയെല്ലാം വീണ്ടും ഒന്നുകൂടെ തൂത്തുവാരി തുടക്കാണ് കേട്ടോ. പാവൻ രാവിലെ തന്നെ തൂത്തിട്ടാണ് പോയത്. വീണ്ടും തറയെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രൻ എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാ ടോയ്ലറ്റും ആകെപ്പാടെ നാറിക്കിടക്ക, അവക്ക് ഒന്നും അറിയണ്ടല്ലോ, രാവിലെ പൂകെട്ടാനായിട്ട് പോയാൽ മതി, പോയിട്ട് എല്ലാവരും ബാത്റൂം കഴുകി എന്ന് പറയാണ്. അമ്മേ, എന്തൊരു കഷ്ടാമേ ഇത്. ശ്രുതിയുടെയും അതുപോലെ തന്നെ വർഷയുടെ ഒക്കെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ടത് അവർ തന്നെയല്ലേ. ഞാനും സച്ചിയേട്ടനും പുറത്തെ ബാത്റൂം ഉപയോഗിക്കാറ്, പിന്നെ അച്ഛനും അമ്മയുടെ ബാത്റൂമും ഞാൻ ക്ലീൻ ചെയ്ത് തരാറില്ലേ, അവരുടെയൊക്കെ ഞാൻ എന്തിനാ ക്ലീൻ ചെയ്യുന്നേ എന്ന് ചോദിക്കാണ്. ഓഹോ, അപ്പോ നീ അങ്ങനെയൊക്കെ ചോദിക്കാറായല്ലേ, എങ്കിലേ ഇനി നീ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ഇരുന്നാ മതി എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ബഹളം സഹിക്കാതെ രേവതിക്ക് മാർത്തതും പറയാൻ സാധിക്കാതെ ആ ഒരു ടോയ്ലറ്റുകളെല്ലാം തന്നെ അവൾ ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അമ്മേ, ഇനിയെങ്കിലും ഞാൻ പോയിന്ന് കിടന്നോട്ടെ, സമയം 2 മണിയായി, 1 മണിക്കൂറെങ്കിലും കിടന്നാലേ എനിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ ഇപ്പൊ കിടക്കണ്ട, വാഷിംഗ് മെഷീനില് കുറച്ച് തുണിയും കൂടെ കിടപ്പുണ്ട്, അതെടുത്ത് ടെറസിന് മണ്ടയ്ക്ക് വിരിക്ക്. പിന്നെ കുറച്ച് ബത്തലമുളക് ഉണ്ടല്ലോ, അത് കഴുകി ടെറസിന് മണ്ടയ്ക്ക് കൂടെ ഉണങ്ങാൻ വെക്ക് എന്ന് പറയാണ്. അമ്മേ, ഇതൊക്കെ കുറച്ച് കഷ്ടാണ്, സച്ചിയുടെ അമ്മയായതുകൊണ്ടാ ഞാൻ മറുപടി ഒന്നും പറയാതെ എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ എന്നെ മൂക്കി കൂടെ വലിച്ച് കയറ്റൂടി പരടി എന്ന് പറയാണ്. എന്റെ പൊന്നമ്മേ, എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തത്? ഓ, നീ ചെയ്ത തെറ്റൊന്നും പറയാതിരിക്കാ വേണ്ടത്. എന്റെ കെട്ടിനെ പറഞ്ഞാൽ മതിയല്ലോ നിന്നെയൊക്കെ ഇങ്ങോട്ടേക്ക് വലിച്ചോണ്ട് വന്നത്. അതുകൊണ്ടിപ്പോ അമ്മയ്ക്ക് എന്നെ നഷ്ടം ഉണ്ടായത്? ഈ വീട്ടിലെ ഒരു സകല ജോലികളും ഞാൻ ചെയ്യുന്നില്ലേ? ഞാനും ഒരു കാശുകാരി പെണ്ണായിരുന്നെങ്കിലേ വർഷം പോലെ ശ്രുതിയെ പോലെ ഞാനും പോയിരുന്നെങ്കിൽ ഇവിടുത്തെ പണി മൊത്തം അമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നേനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോളേ ഞാൻ ഒരു ജോലിക്കാരി വെച്ചേരടി, നീ ഒന്നും കൊണ്ടുവരാതോട് തന്നെയാ നിന്നെ ഇവിടുത്തെ ജോലിക്കാരി ആക്കിയിരിക്കുന്നത് എന്ന് പറയാണ്. രേവതി ആ തുണിയെല്ലാം കൊണ്ട് ടെറസിലേക്ക് വിരിക്കാൻ പോവാണ്. ഈ സമയത്ത് ചന്ദ്ര പോയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അവൾ പറഞ്ഞതുപോലെ മല്ലിയും മുളകും ഒക്കെ കഴുകിക്കൊണ്ട് ടെറസിന്റെ മണ്ടയ്ക്ക് കൊണ്ടേ ഉണക്കാൻ വെക്കുന്നുണ്ട്. ഇത്രയും നേരം ആ ഒരു തലകർക്കമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ആ വീടാകപ്പാടെ അടിച്ചു വാരി തൂത്ത് തുടച്ച് പിന്നെ ടോയ്ലറ്റ് എല്ലാം കഴുകി അതിനുശേഷം ആ ടെറസിന് മണ്ടയിൽ പോയി അത്രയും ജോലി കൊണ്ട് ചെയ്യുമ്പോഴേക്കും രേവതിയുടെ ശരീരം ആകപ്പാടെ തളർന്നു പോവാണ്. അവള് ആ ടെറസിന്റെ മുകളിൽ തന്നെ തല ഇറങ്ങി താഴെ വീഴുന്നുണ്ട് കേട്ടോ. എന്തായാലും വീണത് കുറച്ച് താഴെയുള്ള സ്ഥലത്താണ്. അങ്ങനെ അവളവിടെ ബോധമില്ലാതെ വീണെടുക്കാം കേട്ടോ.
അങ്ങനെ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴേക്കും സച്ചി രേവതിയുടെ ഫോണിലേക്ക് വിളിക്കാണ്. ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും ഫോൺ എടുക്കുന്നില്ല. 3-4 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ പറയാണ്, അയ്യോ മോനെ, ഞാൻ ഇന്ന് വീട്ടിലില്ല, ഞാനിന്ന് സ്കൂളിലേക്ക് വരുന്ന ദിവസമല്ലേന്ന് ചോദിക്കാണ്. അയ്യോ ശരിയാ അച്ഛാ, അല്ല വീട്ടിലേക്ക് ഇപ്പം ആരും പോയി കാണില്ലല്ലോ അല്ലേ, സമയം 4:30 ആയുള്ളൂ. മോനെ ചന്ദ്ര അവിടെ ഉണ്ട്, മോനെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കേ. ചന്ദ്ര അപ്പോഴേക്കും സച്ചി പറയാണ്, എന്തിനാച്ചാ വെറുതെ അമ്മയെ വിളിച്ച് പറഞ്ഞത്, അതിനൂടെ വഴക്ക് ഞാൻ കേൾക്കേണ്ടി വരും. വേണ്ട, എന്തായാലും എന്റെ ഓട്ടം കഴിഞ്ഞു, ഞാൻ എത്താറായി, ഞാൻ വീട്ടിലേക്ക് പോയി നോക്കിക്കോളാം, ഒരു 4:45-5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അങ്ങ് ചെല്ലുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർക്കണം, 3:30 ആയപ്പം അവിടെ തലയിറങ്ങി വീണാണ് നമ്മുടെ രേവതി. ആ ഒരു വെയിലത്ത് ആ ചൂട് കളിച്ച് അവിടെ തന്നെ ചുരുണ്ടുകൂടി കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ഒന്നും ചന്ദ്ര അറിയാതെ ചന്ദ്ര സുഖമായിട്ട് AC ഓണാക്കി റൂമിൽ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങായിരിക്കും. സച്ചി നോക്കുമ്പം മിറ്റത്തെ വണ്ടി ഇരിപ്പുണ്ട്. അല്ല, ഇവളുടെ വണ്ടി ഉണ്ടല്ലോ. ഓ പാവം, സൈലന്റാക്കി വെച്ചിട്ട് എങ്ങാനും ഉറങ്ങായിരിക്കും, നല്ല ക്ഷീണത്തിനാണല്ലോ കയറി വന്നേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ആ മുറി മുഴുവനും എല്ലായിടത്തും പോയി നോക്കാണ്. മുറിയിൽ ആ ഒരു ഹാള് ടേബിളായിരുന്നു ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. പക്ഷെ ബാക്കി എവിടെയൊക്കെ പോയി അന്വേഷിച്ചിട്ടും അവളെ കാണുന്നില്ല. ചന്ദ്രയുടെ മുറി തുറന്ന് നോക്കുമ്പം ചന്ദ്രൻ AC ഒക്കെ ഓണാക്കി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതും കാണുന്നുണ്ട്. എല്ലാ ടോയ്ലറ്റിലും അടുക്കളയിലും മുറ്റത്തും എല്ലായിടത്തും പോയി തപ്പിയിട്ടൊന്നും അവളെ കാണുന്നില്ല. ഈ സമയത്ത് അവൻ ഓർക്കാണ്, ഇനി ടെറസിലെങ്ങാനും പോയി എന്തെങ്കിലും ജോലി ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. അവിടെ ചെന്നപാടെ കണ്ട കാഴ്ച നമ്മുടെ സച്ചി ഞെട്ടിക്കുന്നതായിരുന്നു കേട്ടോ. ചെല്ലുമ്പോ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ, രേവതി അവിടെ തല ഇറങ്ങി ബോധമില്ലാതെ അവിടെ കിടക്കായിരിക്കും. രേവതിയെന്ന് വിളിച്ചുകൊണ്ട് ഓടി അങ്ങോട്ട് ചെല്ലാണ് സച്ചി. രേവതിയെ മടിയെടുത്ത് വെച്ച് രേവതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും രേവതിക്ക് ഒരനക്കവും ഇല്ല. സച്ചി ആ പട പേടിച്ചു പോകുന്നുണ്ട്. സച്ചി താഴേക്ക് ഓടിച്ചെന്നിട്ട് വെള്ളവുമായിട്ട് വീണ്ടും ഓടിക്കേറി വരികയാണ്. രേവതിയുടെ മുഖത്തേക്ക് വെള്ളമൊക്കെ തളിക്കുന്നുണ്ട്. എന്നിട്ടും രേവതിക്ക് കണ്ണു തുറക്കാൻ സാധിക്കുന്നില്ല. ആ വെള്ളം കൊണ്ട് തന്നെ രേവതിയുടെ മുഖമൊക്കെ കഴുകുകയും വെള്ളം കുടിപ്പിക്കുകയും ചെയ്യാണ്. രേവതി പതിയെ കണ്ണു തുറക്കാണ്. സച്ചിയേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. രേവതി എന്താ പറ്റിയേ, ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കാണ്. അത് പിന്നെ സച്ചിയേട്ടാ, ഞാൻ ടെറസിന് മണ്ടയ്ക്ക് ഈ മല്ലിമുളകൊക്കെ ഉണക്കാൻ വന്നതായിരുന്നു, തല ഇറങ്ങി വീണതാണ് എന്ന് പറയുന്നുണ്ട്. തല ഇറങ്ങി വീണോ, ഈശ്വര എപ്പോഴാ വീണെന്ന് ചോദിക്കാണ്. അതറിയില്ല, ഏകദേശം ഒരു 3:30 കാണും. 3:30യോ, സമയം ഇപ്പൊ 4:45 കഴിഞ്ഞു, 1 മണിക്കൂറോളം നീ ഇവിടെ കിടക്കാമെന്ന് ചോദിക്കാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും അവൾ ചെരിഞ്ഞു കിടന്ന ആ ഒരു ഭാഗത്തൊക്കെ അവളുടെ കയ്യില് നല്ല ആ ഒരു ക്ഷതമേറ്റ പോലെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴേക്കും അവൾ ഉണക്കാനായിട്ട് തുണിയൊക്കെ സഹിതം ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. സച്ചി പറയാണ്, അപ്പൊ അത്രയും നേരം നീ ഇവിടെ കിടക്കാമെന്ന് ചോദിക്കാണ്. നീ താഴേക്ക് വന്നതെന്നും പറഞ്ഞ് താഴേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ സെറ്റില് അവളെ കിടത്താണ്. അമ്മയെന്നും പറഞ്ഞിട്ട് അവൻ കഥകണ്ടടിച്ച് വിളിച്ചുണർത്താണ്. എന്താടാ നീ എപ്പോഴാ ഇങ്ങോട്ടേക്ക് വന്നത്, നീ എന്തിനാ ബഹളം വെക്കുന്നേ, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങല്ലേന്ന് ചോദിക്കാണ്. ഓ അമ്മ സുഖിച്ച് കിടക്ക്, AC-കകത്തെ സുഖിച്ചൊക്കെ കിടന്നു എന്ന് പറയുമ്പം എന്താടാ ഞാൻ കിടന്ന നിനക്കെന്താ കുഴപ്പം, ഇതെന്റെ വീടാ, ഞാൻ തോന്നിയ പോലെ കിടക്കുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ചോദിക്കാണ്, ഇത്ര നേരം ഈ രേവതി എവിടെയായിരുന്നു അമ്മയ്ക്ക് അറിയാമെന്ന് ചോദിക്കാണ്. അവൾ ഏതെങ്കിലും മുറിയിൽ പോയി കിടന്നു കാണൂടാ, AC ഓണാക്കി, അതിനാണല്ലോ അവൾ വന്നത്. സച്ചി പറയാണ്, എങ്കിലേ കേട്ടോ, ടെറസിന്റെ മണ്ടയ്ക്ക് ബോധം കെട്ട് തറയെ കിടക്കാരെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഞെട്ടിപ്പോന്നുണ്ട്. ബോധം കെട്ട് വീണെന്നോ, അതിവളുടെ അഭിനയമായിരിക്കും, ദേ അമ്മയായിപ്പോയി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് പറഞ്ഞെങ്കിലേ അവരെ പല്ലടിച്ച വയലിട്ടാനെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര മിണ്ടാ നിൽക്കാണ്. സച്ചിയേട്ടാ എന്തായത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. രേവതി നീ ഇവിടെ കിടന്ന് ഇങ്ങനെ രസ്റ്റിലുള്ള പണിയെടുത്തിട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. നീ എന്നോട് ഉച്ചയ്ക്ക് പറഞ്ഞല്ലേ സുഖമില്ല കിടക്കാൻ പോവാണെന്ന് പറഞ്ഞല്ലേ വന്നത്, പിന്നെ നീ എന്തിനാ ടെറസിന് മണ്ടപ്പോയാ ജോലിയൊക്കെ ചെയ്തെന്ന് ചോദിക്കാണ്. ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ ആര് ചെയ്യും ഇവിടുത്തെ ജോലിയൊക്കെ, ഞാൻ തന്നെയാണ് ചെയ്യിപ്പിച്ചത്. ഇവള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവളെ കൊണ്ട് പെരയൊക്കെ അടുപ്പിച്ച് തൂത്തുവാരിച്ചു, അതുപോലെ പെരയെല്ലാം തുടപ്പിച്ചു, പിന്നെ ടോയ്ലറ്റും കഴിയിച്ചു, എല്ലാം ഞാൻ തന്നെ ചെയ്യിപ്പിച്ചാടാ. ഇപ്പൊ എന്താ നീ മുമ്പ് പറഞ്ഞതുപോലെ എന്റെ പല്ലടിച്ച് നീ വായിടൂ എന്ന് ചോദിക്കാണ്. അതിനുശേഷം ഞാൻ തന്നെയാ പറഞ്ഞത് തുണിയും കൊണ്ട് വിരിച്ച് മല്ലിമുളകൊക്കെ കഴുകി ഉണക്കാനായിട്ട്. അപ്പോഴേക്കും സച്ചി ചോദിക്കാണ്, നിങ്ങളൊരു സ്ത്രീയാണോ, ശരിക്കും നിങ്ങളെ മക്കളെ പ്രസവിച്ചു തന്നെയാണോ, ഇത്ര മനസാക്ഷിയെടുത്ത സ്ത്രീയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് വെക്കുന്നുണ്ട്. എന്താണോ നീ പറഞ്ഞെന്ന് ചോദിക്കാണ്. ഞാൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ, അവൾക്ക് തീരെ സുഖമില്ലാതെയാണ് അവളൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് വന്നത്, ആ അവളെ കൊണ്ട് ഇത്രയൊക്കെ ജോലി നിങ്ങൾ ചെയ്യിപ്പിച്ചല്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. ചന്ദ്ര പറയാണ്, അല്ലടാ നിന്റെ ഭാര്യനെ ഞാൻ ഇവിടുത്തെ രാജകുമാരിയെ പോലെ ഇരുത്താം, എന്താ പറയുന്നേ എന്ന് ചോദിക്കാണ്.
അങ്ങോട്ടേക്ക് അപ്പോഴേക്കും രവീന്ദ്രൻ കയറി വരുന്നുണ്ട്. എന്താ സച്ചി, രേവതിയുടെ ഉണ്ടായിരുന്നോ, എന്താ പ്രശ്നം ചോദിക്കാണ്. അച്ഛാ, ഉച്ചയ്ക്ക് തല ഇറങ്ങുന്നു പറഞ്ഞിട്ട് വെയിലത്ത് പോകാൻ വൈകുന്നു പറഞ്ഞിട്ടാ അവള് വീട്ടിലേക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വന്നത്. വന്ന പാടെ നമ്മുടെ അമ്മയുടെ സ്വഭാവമല്ലേ, ഇവളെ കൊണ്ട് ഈ പെരയിലെ അടിച്ചു വാരിച്ച് തുടപ്പിച്ചു. അത് മാത്രമല്ല അച്ഛാ, എല്ലാവരും ടോയ്ലറ്റും ഇവളെ കൊണ്ട് കഴിച്ചു. ആണോ ചന്ദ്രേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ശ്രുതിയുടെയും വർഷയുടെ മുറിയിലെ ടോയ്ലറ്റ്സ് ഒക്കെ അവർ വേണമെങ്കിൽ ക്ലീൻ ചെയ്തോളും. അതൊന്നും ക്ലീൻ ചെയ്താലേ ഇവിടെ രേവതി നിർത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവൾ ടെറസിന് മുകളിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ എന്തൊക്കെയോ പണി ചെയ്യിപ്പിക്കായിരുന്നു. ഞാൻ വന്നപ്പോൾ ബോധമില്ലാതെ ആ ടെറസിന് മുകളിൽ കിടക്കായിരുന്നു അച്ഛാ എന്ന് പറയാണ്. അയ്യോ രേവതി മോളെ ആണോന്ന് ചോദിക്കാണ്. അതെ അച്ഛാ, 2 മണിക്കൂറോളം ഇവളാ ടെറസിന് മണ്ടയ്ക്ക് കിടന്നു. നമ്മുടെ അമ്മയോ സുഖമായിട്ട് AC-കകത്ത് കിടന്ന് ഉറങ്ങായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചന്ദ്രേ, എന്തൊക്കെയാ ചന്ദ്ര ഇത്? നീ ഒരു അമ്മയല്ലേ, നിനക്ക് ഒരു അല്പമെങ്കിലും മനസാക്ഷിയില്ലേ എന്ന് ചോദിക്കാണ്. ഇവളുടെയൊക്കെ അടുത്ത് ഇത്രയൊക്കെ മനസാക്ഷി കാണിച്ചാൽ മതി, എനിക്കത് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നിന്റെ ഇവിടെ 2 മരുമക്കളുണ്ടല്ലോ, അവരെ കൊണ്ട് നീ ഒരു പാത്രം എങ്ങനെ കഴിക്കോ? ഈ പാവം സമ്പത്തില്ലാതെ ഇങ്ങോട്ടേക്ക് കയറുന്നെന്ന് പറഞ്ഞ് നീ എന്തൊക്കെ ക്രൂരതയാ ഇവളോട് ചെയ്യുന്നതെന്ന് ചോദിക്കാണ്. സച്ചി രേവതിയെ പറയുന്നുണ്ട്. രേവതി, ഇപ്പോൾ തന്നെ നീ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, പോയിട്ട് എന്താ അതിന്റെ കാരണം നോക്കാം. അത് മാത്രമല്ല നേരെ നീ നിന്റെ വീട്ടിലേക്കായിരിക്കും പോകുന്നതെന്ന് പറയുന്നുണ്ട്. സച്ചേട്ടാ വേണ്ട, നീ ഒന്നും പറയണ്ട, മിണ്ടണ്ട, ഞാൻ പറഞ്ഞ കൂടെ അനുസരിച്ചാ മതി. കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിന്നാ മതി എന്ന് പറയുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്. അവള് പോട്ടെ, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. നീ ആരെയെ പേടിപ്പിക്കുന്നേ? ആരെയും പേടിപ്പിക്കാനൊന്നുമല്ല, അവക്കെ കുറച്ച് റെസ്റ്റ് വേണം. അവളുടെ അമ്മയാകുമ്പോ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. ഇവിടെയുള്ളവരൊന്നും അവർക്ക് മനസ്സാക്ഷിയില്ലാത്തവരാണെന്നൊക്കെ സച്ചി പറയാൻ കേട്ടോ. രേവതി പറയുന്നുണ്ട്. സച്ചിയേട്ടാ സാരയില്ല, ഞാൻ പറഞ്ഞങ്ങ് അനുസരിച്ചാ മതി, പെട്ടെന്ന് ഡ്രസ്സ് മാറുന്നു പറയുന്നുണ്ട്. അങ്ങനെ വഴക്ക് പറഞ്ഞ് രേവതിയെ ഡ്രസ്സ് മറിച്ചുകൊണ്ട് സച്ചി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ടെസ്റ്റൊക്കെ ചെയ്യാണ്. അപ്പം വെയിൽ കൂടുകയും ഡീഹൈഡ്രേഷൻ ആയതുമാണ് കാരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളെ നേരെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നുണ്ട് സച്ചി. എന്നിട്ട് രേവതിയുടെ അമ്മയോട് പറയുന്നുണ്ട്. അമ്മേ, ഇവള് ഒരാഴ്ച ഇവിടെ നിൽക്കട്ടെ, അവിടെ എന്റെ അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ, തല ഇറങ്ങി ടെറസിന് മുകളിൽ കിടക്കായിരുന്നു, ഞാൻ അറിഞ്ഞത് കൂടിയില്ല. ഇവളോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല, എല്ലാ ജോലിയും വലിച്ചിട്ടങ്ങ് ചെയ്തേക്കും. എന്നിട്ടോ ഒരാരോഗ്യമില്ല, ആരെങ്കിലും ഇവള് മൈൻഡ് ചെയ്യുന്നുണ്ടോ, അതെങ്കിലും ഇവള് കണക്കാക്കണ്ടേ എന്നൊക്കെ പറയാണ്. ഇനി എന്തായാലും ഒരാഴ്ച ഇവിടുന്ന് റെസ്റ്റ് എടുത്താൽ മതി, ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കാം. അമ്മേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കാം. അത് മാത്രമല്ല ഒരാഴ്ച അമ്മ കിടന്ന് അനുഭവിക്കട്ടെ. അമ്മയുടെ ബാക്കി 2 മരുമക്കളും അവൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അമ്മ തന്നെ അവൾമാർക്കെല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോളെ അമ്മ മനസ്സിലാക്കിക്കോളും എന്തായിരുന്നു രേവതിയുടെ വില എന്നുള്ളത് എന്ന് സച്ചി പറയാണ്. രേവതിയുടെ അമ്മ പറയുന്നുണ്ട്. സാരയില്ല മോനെ, അവള് അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ, ഞങ്ങക്ക് സമ്പത്തില്ലാത്തവരല്ലേ, അതുകൊണ്ടാ അങ്ങനെയൊക്കെ മോന്റെ അമ്മ പെരുമാറുന്നത്. എന്റെ മോളും ശ്രുതിയെയും വർഷയും പോലെയൊക്കെ സമ്പത്തുള്ളവളായിരുന്നെങ്കിൽ അവളെയും നിങ്ങളുടെ അമ്മ പൊന്നു പോലെ നോക്കിയേനെ. സച്ചി പറയാണ്. അതമ്മ പറഞ്ഞാലും സത്യം തന്നെയാണ്, കാശുണ്ടെങ്കിലേ എന്റെ അമ്മ പൊന്നു പോലെ നോക്കിയേനെ, അതില്ലല്ലോ, അതുകൊണ്ട് അമ്മ നോക്കാത്തെ എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ സച്ചി തിരികെ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് രവീന്ദ്രൻ ചന്ദ്രയോട് പറയാണ്. നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടോ? അതൊരു പെൺകുട്ടിയല്ലേ, നീ ഒരു സ്ത്രീയല്ലേ, അത്രയും സുഖമില്ലാതെ വന്ന അവളെ കൊണ്ട് ഈ വീട്ടിലെ സകല പണിയും ചെയ്യിപ്പിച്ചിട്ട് അവൾ ആ സുഖമില്ലാതെ കിടന്നപ്പോഴെങ്കിലും നീ എന്തൊരു വർത്താനാ പറയുന്നത്? അവക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? ചന്ദ്ര പറയാണ്. ഞാൻ മരിച്ചാലും അതൊന്നും ഞാൻ ചെയ്യില്ല. അങ്ങനെ കയറി വന്നതാ ഈ വീട്ടിലേക്ക് അവള്. രവീന്ദ്രൻ പറയുന്നുണ്ട്. അവൾക്കേ കാശിന് മാത്രമേ കുറവുള്ളൂ, മറ്റൊരു കാര്യത്തിലും മറ്റു മരുമക്കളെക്കാട്ടിലും അവൾ ഒട്ടും പിന്നിലല്ല. സ്നേഹം, മനസ്സിന് നന്മ, മനസ്സിന് വലിപ്പം എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്നത് എന്റെ മരുമോള് രേവതിയാണെന്നും രവീന്ദ്രൻ പറയാണ്. ചന്ദ്ര പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നില്ലെന്നും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോവാൻ കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി ഒരു സ്റ്റോറി ഉണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയുടെ ചർച്ച ചെയ്യാം. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.